ഇന്ന് നമ്മൾ ചെയ്യുന്നത് എക്സസൈസ് 7.1-ന്റെ ക്വസ്റ്റ്യൻ നമ്പർ 2 ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോയിൻറ്റ്സ് 0,0 ആൻഡ് 36,15. അപ്പോൾ ഞാൻ നമ്മുടെ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ പറഞ്ഞിരുന്നു, നമ്മൾ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുമ്പോൾ ഒറിജിനിൽ നിന്നുള്ളതാണ് എങ്കിൽ നമ്മുടെ ഇക്വേഷൻ എന്താണ് എന്ന് ഞാൻ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ പറഞ്ഞിരുന്നു. 0 വന്നു കഴിഞ്ഞാൽ എന്താണ്? ഇത് ഒറിജിനിൽ നിന്നാണ് അല്ലേ. 0 ദാ ഇങ്ങനെ ഒറിജിനിൽ നിന്നുള്ള പോയിൻ്റ് ആണ് എങ്കിൽ ഇക്വേഷൻ എന്താണെന്ന് ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ പറഞ്ഞിരുന്നു. എന്താണ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ? √x² + y². ഇത്രയും മാത്രമേ ഉള്ളൂ കേട്ടോ. എന്തുകൊണ്ടാണ്? ഇവിടെ ഈ പോയിന്റ് 0 ആണ്. അപ്പോൾ ഇത് നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ x² + y² മാത്രമേ വരുന്നുള്ളൂ. ഇല്ലെങ്കിൽ ഡിസ്റ്റൻസ് ഫോർമുല എന്തായിരുന്നു? x1 - x2 ² + y1 - y2 ² ഇതിനെ തിരിച്ചെഴുതിയാലും കുഴപ്പമില്ല. x2 - x1 ² + y2 - y1 ² എന്ന് എഴുതിയാലും കറക്റ്റാണ്. x2 - x1 ² + y2 - y1 ² ആണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ മെയിനായിട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇതിനെ തിരിച്ചെഴുതിയാലും കുഴപ്പമില്ല. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ അത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. റിമാർക്കിനകത്ത് പറഞ്ഞിട്ടുണ്ട് തിരിച്ചെഴുതാമെന്നുള്ള കാര്യം. തിരിച്ചെഴുതിയാലും ഇവിടെ സ്ക്വയർ ആയതുകൊണ്ട് ആൻസറിന് ചേഞ്ച് വരത്തില്ല കേട്ടോ. പിന്നെന്താണ്? ഒറിജിനിൽ നിന്നാണെങ്കിൽ ഇക്വേഷൻ ഈസ് √x² + y². അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഇവിടെ നമ്മുടെ പോയിന്റുകൾക്ക് പേരൊന്നും തന്നിട്ടില്ല. അപ്പം നിങ്ങളുടെ ഫസ്റ്റ് സ്റ്റെപ്പ് അതായിരിക്കണം. ലെറ്റ് പോയിൻറ്റ്സ് ബി A 0,0 ആൻഡ് B 36,15. Therefore, the distance between 2 points is AB is equal to അല്ലേ. AB എന്ത് വരും? √x² + y². അപ്പോൾ ഇവിടെ ഇത് 0 ആയി പോയത് കൊണ്ട് എന്ത് ചെയ്യാം? ഇത് എക്സും വൈയുമായിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ 36² + 15². 36ൻ്റെ സ്ക്വയർ എന്ത് വരും? 36 × 36 21,06921 is equal to 1296 plus 15ൻ്റെ സ്ക്വയർ ഇസ് 225. രണ്ടും കൂടെ ആഡ് ചെയ്താൽ 1296 plus 225 6 plus 11 10 12 2245 1 is equal to √1521 എന്ന് കിട്ടി. ഇനി ഇതിൻ്റെ റൂട്ട് എത്രയാണെന്ന് നിങ്ങൾക്ക് കറക്റ്റ് അറിയില്ലെങ്കിൽ എന്ത് ചെയ്യാം? പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് നോക്കിയാൽ ഈസി ആയിട്ട് കിട്ടും കേട്ടോ. 3 കൊണ്ട് ചെയ്യാം. 5 3s are 15 0 7 again 3 1 6 9 again 3. ഇനി നമുക്ക് 3 കൊണ്ട് ചെയ്യാനായിട്ട് പറ്റില്ല കേട്ടോ. ഇനി ഇവിടെ നമുക്ക് 13 കൊണ്ടേ ചെയ്യാൻ പറ്റത്തുള്ളൂ. 13 ചെയ്താൽ എന്താ വരിക? 13 × 13 3 3s are 9 3 3 1 169 13. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? √115 എന്ന് പറയുന്നത് 2 എണ്ണം ഉള്ളതിൽ നിന്ന് നമ്മൾ ഓരോന്ന് വെളിയിലെടുക്കും. ഇവിടെ 2 13 ഉണ്ട്. അപ്പോൾ ഒരു 13 വെളിയിലെടുത്തു. 3 × 13 ദാറ്റ് ഈസ് 39. അപ്പോൾ ഇത് ആൻസർ എന്ത് വരും? ഇസ് ഈക്വൽ ടു 39. അപ്പോൾ √1521 എന്ന് പറയുന്നത് 39 ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് ഇങ്ങനെ കണ്ടുപിടിക്കാൻ അറിയില്ലെങ്കിൽ നിങ്ങൾ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് നോക്കുക. എന്നിട്ട് പെയറിൽ നിന്ന് ഓരോന്ന് വെളിയിലെടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആൻസർ കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനി അടുത്ത ക്വസ്റ്റ്യനുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.